ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു മൈ ചാനൽ. അവിടെ നാട്ടിലൊക്കെ നല്ല മഴയും തണുപ്പുമാണല്ലേ? അപ്പോൾ അതിന് പറ്റിയൊരു വിഭവമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ കർക്കിടകത്തിലെ ചേന കട്ടിട്ടായാലും കഴിക്കണം എന്നാണ് പറയുക. എന്താ കാരണം അറിയാം? കർക്കിടകത്തിൽ കിട്ടുന്ന ചേനയ്ക്ക് വളരെ സോഫ്റ്റായിരിക്കും, വളരെ നല്ല സ്വാദുമായിരിക്കും, വെണ്ണ പോലെ വേവും. നമുക്കത് കുക്കറിലൊന്നും ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സമയത്ത് കിട്ടുമ്പോൾ നല്ല ഹാർഡായിരിക്കും ആ ചേന. നമുക്ക് വെട്ടുകത്തിയും കോടാലിയൊക്കെ വേണം അത് കട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ കുക്കറൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് കുറച്ച് വെള്ളത്തിൽ ചെറുതായിട്ട് അതുപോലെ അരിഞ്ഞ് അതിൽ ഉപ്പ്, മഞ്ഞൾ, ഉള്ളി, പച്ചമുളക് ഇട്ടിട്ടൊന്ന് വേവിക്കുക. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അതിന് ഇതിൽ മെയിനായിട്ട് ഞാൻ ഇടുന്നത് ശരിക്കും അത് കൂടുതൽ എപ്പോഴും പണ്ട് കാലത്തെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുണ്ടാക്കും, പൂരിക്കുണ്ടാക്കും, ചോറുണ്ടാക്കും. അപ്പോൾ അതിന് വെറും കുരുമുളകാണ് ഇടുക. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മുടെ നാവിനൊക്കെ ഒരു മസാല ടേസ്റ്റല്ലേ. അപ്പം ഞാനൊരു ടീസ്പൂൺ ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല. അത് ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, ഹോം മെയ്ഡാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ തിരിച്ച് പോകുമ്പോൾ അവർക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാം. അപ്പോൾ കണ്ടോ വെന്തത് കണ്ടോ, ഇത്ര പെട്ടെന്നത് വെന്തു. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്. പറയാൻ ഇവിടെ കർക്കിടകം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മാസമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഈ ചേന വരുന്നത് ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കുമല്ലോ. അപ്പോൾ അത് നല്ലപോലെ വെന്ത് കിട്ടുന്ന ഒരു സോഫ്റ്റ് ചേനയായിരുന്നു. നല്ല ടേസ്റ്റുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, നന്നായിട്ട്. ഞാനിപ്പോൾ ഇത് ഇന്ന് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ട് കയ്പ്പയ്ക്ക ഉപ്പേരി. ഉപ്പേരിന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പാലക്കാടൊക്കെ അതാണ് പറയുക. നിങ്ങളുടെ ഇവിടെ എന്താ പറയുക ഉപ്പേരിക്ക്? ഇത് നല്ല എന്താ പറയുക, പിഞ്ച് ഫ്രഷായിട്ടുള്ള കയ്പ്പയ്ക്കയാണ് കിട്ടിയത്. അപ്പോൾ ഞാനതൊന്നിങ്ങനെ ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ എന്താ പറയുക, കുരു ഇതൊക്കെ എടുത്ത് കളയണം. കയ്പ്പുള്ള സാധനം ആ ഭാഗത്താണല്ലോ കൂടുതൽ. അതെടുത്ത് കളയണ ആ ഒരു പീലറുണ്ടല്ലോ, പൊട്ടറ്റോ പീലർ, അതിട്ടിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. വളരെ എളുപ്പമാണ് അത് എടുക്കാൻ. അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് പിന്നെ ആദ്യം അതിൻ്റെ ഉള്ളിൽ റൗണ്ടിലത്തെ മുഴുവൻ എടുക്കുക, നല്ല കഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുത്തപ്പോൾ അതിലത്തെ ആ ഒരു സീഡ് ഇതും പോയി. അതിലത്തെ വൈറ്റ് കളറിൽ അത് കൂടുതൽ കശക്കും അല്ലേ. അപ്പോൾ ആ കയപ്പോൾ ഇല്ലാതിരിക്കുക, സെൻറ്ററിലത്തെ മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തു, തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഉപ്പ്, മുളക് പൊടി, എണ്ണ മാത്രം ഇട്ടിട്ട് ഞാനതിങ്ങനെ പുരട്ടി വെച്ചു. കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു 2 മണിക്കൂർ മിനിമം വെച്ചാൽ വളരെ നന്നായി പിടിക്കുകയും ചെയ്യും. പിന്നെ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാവും. പിന്നെന്താ, ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ചേനയുടെ ഗുണങ്ങളറിയാമല്ലോ അല്ലേ. ഈ മെനോപോസ് സമയത്തുണ്ടാകുന്ന മൂഡ് സ്വിങ്ങിന് നല്ലതാണ്. പിന്നെ അത് ഫൈറ്റോ ഈസ്ട്രജൻ കൂടുതലുള്ളൊരു പച്ചക്കറിയാണ് ചേന, വളരെ നല്ല ഇതാണ്. അപ്പോൾ ഈ ഒരു മാസം മുഴുവൻ ഒരു കുട്ടിയെ അധിക ദിവസവും കഴിച്ചാൽ നന്നായിരിക്കും. പഴമക്കാർ പറയണത് അതല്ലേ, തണുപ്പ് സമയത്ത് കഴിക്കേണ്ട ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ നല്ലതാണെന്ന് പറയുന്നത് ശരിയാണ്. പല ഗുണങ്ങളും അത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കും നമ്മുടെ ജനറേഷൻ ആയവർക്കും ഇപ്പോഴും അത് തുടരാം. കാരണം 2 മണിക്കൂർ അതങ്ങനെ വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളിങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും ചേന കൊണ്ട്? ചേന കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാം. അവിയലിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു
പച്ചക്കറിയാണല്ലേ ചേന. അതില്ലാതെ എന്ത് അവിയൽ. അവിയലും വാഴക്കയൊക്കെ ഇട്ടിട്ടുണ്ടോ? അവിയലിൽ ചേനയും വാഴക്കയൊക്കെ ഇടണമല്ലോ, എന്നാലല്ലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ പിന്നെ ചേന കൊണ്ട് പിന്നെന്താ, ഉപ്പേരി ഉണ്ടാക്കാം, കുരുമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാം, വെറും പച്ചമുളക് ഉരിയിട്ട് അത് എണ്ണയിലിട്ടിട്ട് അത് വേവിച്ച് പച്ചമുളക് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം, താളിച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ. പിന്നെ ചേന കാളൻ, അങ്ങനെ പലതും ചേന കൊണ്ട് ഉണ്ടാക്കാം. ഈ ചേനയിൽ കടക്കിടത്തിൽ ചേന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിച്ചു നോക്കും. ഞാനിപ്പോൾ ഇതാണിപ്പോൾ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ? പാലക്കാട് ഉള്ളവർക്ക് അത് ചിലപ്പോൾ പുതുമയായിരിക്കില്ല, ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഉള്ളി ഇട്ടു, അവസാനം ഇട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ക്രിസ്പായിട്ട് കടിക്കാൻ പറ്റില്ല, അപ്പോൾ അത് ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും. പിന്നെ എൻ്റെ സിഗ്നേച്ചർ ഇൻഗ്രീഡിയൻ്റാണ് എള്ള്. അതൊരുവിധം എല്ലാ ഉപ്പേരിയിലും ഇടും. പിന്നെ ചിക്കനിലിടും, ഫിഷിലിടും, പ്രോൺസിലിടും, എഗ്ഗ് കറി ഉണ്ടാക്കുമ്പോഴിടും, എല്ലാറ്റിലും ഈ എള്ള് ഞാൻ ഇടും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. അത് നല്ലതാണല്ലോ ശരീരത്തിന്. അതൊരു ടിപ്പാണ് കേട്ടോ. എല്ലാറ്റിലും എള്ള് ഇട്ടോളൂ, നല്ലതാണ്. ദോശ ഉണ്ടാക്കാനും പൂരിയിലും ചപ്പാത്തിയിലും ഒക്കെ കുഴയ്ക്കുമ്പോൾ ഞാനൊക്കെ ഇടാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കുറച്ച് കയ്പ്പയ്ക്കുപ്പേരി. പിന്നെ പിക്കിളായിട്ട് ഇവിടെ മാങ്ങ അത് കഴിഞ്ഞിരിക്കണം, അപ്പോൾ ഞാൻ ഒലിവാണ് ഇട്ടത്. ഒലിവ്, ബ്ലാക്ക് ഒലിവ്. അത് ഉരുണ്ട് പോകണം, അതൊരു ഭാഗത്ത് നിൽക്കണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കിയത് ഉള്ളി, ക്യാരറ്റ്, തക്കാളി, തൈര്, പച്ചമുളക്, ഉപ്പ്. പിന്നെ അതിൽ സ്പെഷ്യലായിട്ട് ഇട്ടതൊക്കെയാണത് മാതളം, പോമഗ്രാനൈറ്റ് സീഡ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഊണ് വിശാലായി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ അടുത്തുള്ളൊരു ബെൽ ബട്ടണിലൊന്ന് ഞെക്കി വെച്ചോളൂ, അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. എങ്ങനെയുണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയും. താങ്ക് യു, ബൈ ബൈ.